ജഗദീശ്വര, അടിയനോട് പൊറുക്കണേ. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അടിയൻ പറഞ്ഞു പോകുന്നതാണേ. എന്തോ വലിയ പ്രശ്നം ആ ജാതകത്തിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? ആ തിരുമേനി വല്ലാതെ വിഷമിക്കുന്നത് കണ്ടില്ലേ? എന്താ തിരുമേനി? ജാതകത്തിൽ എന്താണെന്ന് തിരുമേനി ഒന്നും പറയുന്നില്ലല്ലോ. അത് കുട്ടിയുടെ ഈ ജാതകത്തിൽ ഒത്തിരി ദോഷങ്ങൾ കാണുന്നുണ്ട്. അത് പറയാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് അല്പനേരം മിണ്ടാതിരുന്നത്. അയ്യോ, എന്തായാലും കാര്യങ്ങൾ ഞങ്ങൾ അറിയേണ്ടത് തിരുമേനി പറഞ്ഞാട്ടെ. എന്തു ദോഷമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമില്ലേ തിരുമേനി? തിരുമേനി പറയേ. ഈ കുട്ടി ജനിച്ച ദിവസം തന്നെ ഇതിന്റെ അമ്മ ഇതിനെ ഉപേക്ഷിച്ചു പോയല്ലേ? അത് പറഞ്ഞല്ലോ തിരുമേനി. ഉപേക്ഷിച്ചു പോയവളാ. ദാ അഭയം ചോദിച്ച് പിന്നെ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ജനനത്തോടെ ഇതിന്റെ മാതാപിതാക്കൾ പരസ്പരം പിരിഞ്ഞിരുന്നോ എന്നാണ്. പിരിഞ്ഞിരുന്നു. കാർത്തിക് വേറെ കല്യാണവും കഴിച്ചു. ഞങ്ങളുടെ കൊച്ചുമകൾ മീനാക്ഷിയെ. ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ജനനത്തോടെ ഇതിന്റെ മാതാപിതാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു, ശരിയാണോ? ആ, ശരിയാണ്. എന്റെ വൈശാഖി ഇന്ദ്രജ വഴി ജോത്സ്യനിലേക്കും പ്രവേശിക്കും. ഈ കുട്ടി ജനിച്ചതിൽ പിന്നെയാണ് ഈ കുടുംബത്തിൽ അനവധിയായ പ്രശ്നങ്ങൾ വന്നു ചേർന്നത്. അത് തീർന്നില്ല, തീരുകയുമില്ല, ഇനിയും തുടരും. തിരുമേനി, പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതിരിക്കാനും നിർവാഹമില്ല. ഒന്നിനു പിറകെ ഒന്നായി ദുർമരണങ്ങൾ വരെ ഈ തറവാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്റെ ദേവി, ദൈവമേ, ജ്യോതിഷം കള്ളം പറയില്ല. ഈ കുട്ടി ജനിച്ച ഉടനെ ഇതിന്റെ മാതാവ് നാടാകെ യാതൊരു സ്വസ്ഥതയുമില്ലാതെ ഓടി നടന്നു. ഇതിന്റെ പിതാവിന് മാനസിക നില തെറ്റിയ നിലയിലായിരുന്നു. സത്യമാണല്ലോ. പ്രശ്നപരിഹാരം പറഞ്ഞോളൂ തിരുമേനി, നമുക്കത് ഉടനെ ചെയ്യാം. നോക്കട്ടെ. അതെങ്ങനെ? ഒരിക്കൽ കൂടി നോക്കാം. ഇതെന്താ ഈ പോംവഴി?
അല്ല, ഒന്നുകൂടി നോക്കാം. ഈശ്വര. എന്താ തിരുമേനി? എങ്ങനെയാ ഞാനത് പറയുക? 3 പ്രാവശ്യം നോക്കിയിട്ടും ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമേ കാണുന്നുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ പിതാവിനും മാതാവിനും മാത്രമല്ല, തറവാട്ടിൽ പലർക്കും മരണം സംഭവിക്കാവുന്ന ആപത്തുകൾ വരെ നേരിടേണ്ടി വരും. ആ പരിഹാരം എന്താണെന്ന് പറയൂ തിരുമേനി. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. പ്രശ്നപരിഹാരം അതേപടി ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ തറവാട് വരെ ഇല്ലാണ്ടാകും. പ്രശ്നപരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ് യഥാർത്ഥ അച്ഛനും അമ്മയും? ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ച അതിന്റെ അമ്മ. ഞാനാ അച്ഛൻ. ഇവർ ഇനി മുതൽ 21 ദിവസത്തേക്ക് പഴയതുപോലെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കണം. എന്ത്? എന്തൊക്കെയാ ഈ തിരുമേനി പറയുന്നു? ഏതച്ഛനും അമ്മയും വന്ന് തിരുമേനി വ്യക്തമായിട്ട് പറയണം. ആ കുഞ്ഞിനെ പ്രസവിച്ചവള് ഉപേക്ഷിച്ചു പോയപ്പോ അതിനെ അന്ന് മുതൽ എടുത്തു വളർത്തിയ ഞാനാ അതിന്റെ യഥാർത്ഥ അമ്മ. കുഞ്ഞിനെ പ്രസവിച്ച ഞാനാ അതിന്റെ യഥാർത്ഥ അമ്മ. കാർത്തി അതിന്റെ അച്ഛൻ. ഞങ്ങൾ ഒരുമിച്ച് 21 ദിവസം ജീവിക്കണമെന്നല്ലേ ജോത്സ്യം പറഞ്ഞത്? ഇവളും അത് നിന്റെ മോഹം. അതൊന്നും നടക്കില്ല. അങ്ങനെ വല്ല അവസ്ഥയും വന്നാ നിന്നെ തുണ്ടം തുണ്ടോ അരിഞ്ഞിട്ട് ഞാൻ വല്ല സെൻട്രൽ ജയിലും പോയി കിടക്കും. തിരുമേനി, ഇത്തരം പ്രശ്നപരിഹാരം ഒന്നും പറയരുത്. ഇവളെ കുഞ്ഞിനെ പ്രസവിച്ചവളാ, പക്ഷെ ഞാനീ നിൽക്കുന്ന കാർത്തികിന്റെ ഭാര്യ. ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ ഭർത്താവ് ഒരു അന്യ സ്ത്രീയോടൊപ്പം ഒരുമിച്ച് കഴിയണോന്നൊക്കെ പറഞ്ഞ അതൊക്കെ എവിടുത്തെ ന്യായമാ? ആർക്കും കുഞ്ഞിന്റെ അമ്മയാവാം, പക്ഷേ ഒരു ജീവൻ ഏത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചോ അവരാണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. ഈ കുടുംബത്തിന്റെ മൊത്തം ദോഷങ്ങൾ മാറണമെങ്കിൽ കുട്ടിയുടെ പെറ്റമ്മ തന്നെ അതിന്റെ അച്ഛനോടൊപ്പം 21 ദിവസം ഒരുമിച്ച് കഴിയണം. ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ജീവന് മാത്രമല്ല ആപത്ത് വരുത്താൻ പോകുന്നത്, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവന് തന്നെ ഭീഷണിയാവും.
ഇതെന്റെ തീരുമാനമല്ല, ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തിന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് അറിയിച്ചതാണ്. ഇതല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരം ഇല്ലേ തിരുമേനി? ഞാൻ പല പ്രാവശ്യം കവടി നിർത്തി നോക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. ഇതിന് ഈ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം ദൈവം നിർദ്ദേശിക്കുന്നില്ല. ഇത് ചെയ്തേ പറ്റൂ. മരിക്കേണ്ടി വന്നാലും ഈ തീരുമാനം ഞാൻ അംഗീകരിക്കില്ല. മീനാക്ഷി, മനുഷ്യനെ കരയിപ്പിക്കുന്ന ഒരു തീരുമാനം ദൈവം എടുക്കുമെന്ന് എനിക്കൊട്ട് വിശ്വാസമില്ല. എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ട് എന്നെ നിങ്ങൾ പ്രശ്നം നോക്കാൻ ഏൽപ്പിച്ചു. പ്രശ്നത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അയ്യോ തിരുമേനി, അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾക്ക് തിരുമേനിയെ 100% വിശ്വാസമാ. തിരുമേനി പറയുന്നതൊന്നും എനിക്ക് തെറ്റാവില്ല. അംഗീകരിക്കാൻ പറ്റില്ല. ഇവള് പെട്ടു. ഇവളുടെ ഈ കണ്ണീര് കാണുമ്പോ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? ഞാൻ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ദോഷം വരരുത്. അതുകൊണ്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഈ കുടുംബം നശിക്കും. വാഴപ്പാടി തിരുമേനിയുടെ ജോത്സ്യം കേരളത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന പോലെ ഞാനും അംഗീകരിക്കുന്നു. എനിക്കത് വിശ്വാസമാണ്. ചെമ്പകമംഗലത്തിന് ദോഷം മാറാൻ, കുടുംബത്തിലെ എല്ലാവരുടെയും ആപത്ത് നീങ്ങാൻ മനസ്സിന് ഇഷ്ടമില്ലാത്ത പരിഹാരമാണ് തിരുമേനി പറഞ്ഞതെങ്കിലും ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും. മുത്തശ്ശി എന്താ പറഞ്ഞുകൊണ്ട് വരുന്നേ? മൈഥിലി കാർത്തിയോടൊപ്പം 21 ദിവസം ഒരുമിച്ച് ജീവിക്കും. മുത്തശ്ശി, അമ്മേ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. തിരുമേനി ദക്ഷിണ. വേണ്ട. ദൈവമേ, എന്നോട് പൊറുക്കണേ. തിരുമേനി, അങ്ങനങ്ങ് പോവാതെ. എന്താ കുട്ടി? എനിക്കൊന്ന് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മറുപടി തന്നിട്ട് പോയാ മതി. എനിക്ക് ലേശ തിടുക്കമുണ്ട്. ഇത്ര തിടുക്കം എന്താണെന്ന് എനിക്കറിയാം. എന്താ കുട്ടി ഇത്? എനിക്കും തിരുമേനിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാ. എന്താ ഇത്? മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കലാണോ തിരുമേനി ജോത്സ്യം? ഞാൻ പ്രശ്നം വെച്ചപ്പോ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, മനുഷ്യർക്ക് പലതരം ക്രൈസിസുകൾ വരും. അതിനൊക്കെ ജോത്സ്യത്തിന് പരിഹാര മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു സൊല്യൂഷനാണോ തിരുമേനി പറഞ്ഞത്? അല്ല, അതിപ്പോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. തിരുമേനിക്ക് പറയാനുള്ളതൊന്നും തിരുമേനി പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരാരോ തിരുമേനി കൊണ്ട് പലതും പറയിപ്പിച്ചു. തിരുമേനി ജോത്സ്യനല്ല, കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരാളാണെന്നാ എനിക്ക് തോന്നിയത്. അത് ആരുടെ കൊട്ടേഷനോ തിരുമേനി നടപ്പാക്കിയത്? കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇല്ല തിരുമേനി, എനിക്കെല്ലാം മനസ്സിലായി. നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോ നമ്മളെക്കാൾ വിവരമുള്ളവരോടാ അത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത്തരം കള്ളത്തരങ്ങൾ പൊളിഞ്ഞു പോവും. തിരുമേനി സത്യം പറയേ, ആരുടെയോ ഭീഷണിക്ക് വഴങ്ങി തിരുമേനി ഇവിടെ വന്ന് പറഞ്ഞതല്ലേ ഈ കാര്യം? അത് ചെമ്പകമംഗലത്തിന്റെയും എന്റെയും ഏത് ശത്രുവാ തിരുമേനി ഈ ചുമതല ഏൽപ്പിച്ചത്? എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, ഞാൻ കള്ളം പറഞ്ഞിട്ടുമില്ല. ദയവ് ചെയ്ത് ഇനി എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പറയില്ല. തിരുമേനി,
മീനാക്ഷി, ആ തിരുമേനി പറഞ്ഞത് എന്ത് മര്യാദ കേടാ. കേരളത്തിലെ ഒരു ജോത്സ്യനും ഇങ്ങനെ ഒരു പരിഹാര മാർഗം പറയില്ല. അയാൾ പറഞ്ഞത് ശരിയായാലും തെറ്റായാലും മുത്തശ്ശി എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? മുത്തശ്ശി ഈ ജ്യോത്സ്യന്മാര് പറയുന്നത് തെറ്റായാലും ശരിയായാലും അത് അന്ധമായി തന്നെ അങ്ങ് വിശ്വസിക്കും. അതാ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ കളിയുണ്ട്, അത് ഉറപ്പാ. ആ തിരുമേനി അയാളൊരു കള്ളനാ. ഇതൊക്കെ ആ മൈഥിലിയുടെ വേലയാ. അവളൊരു സാധാരണക്കാരിയൊന്നുമല്ല, അവളൊരു ക്രിമിനലാ. കാർത്തിയേട്ട, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ മൈഥിലിയുടെ പിന്നില് ആരൊക്കെയോ ഉണ്ട്. ഇത് വലിയൊരു ഗൂഢാലോചനയാ. ഇപ്പോ ഞാൻ വല്ലാത്ത കുറ്റബോധത്തോടെ ആലോചിക്കുക. അന്ന് ആ മൈഥിലിയോട് ഞാൻ ഒരു സഹതാപവും കാണിക്കരുതായിരുന്നു. അതിനൊരു പരിധിവരെ കുറ്റക്കാരി ഞാനും കൂടിയാ. അവൾക്ക് ഞാൻ ഈ ചെമ്പകമംഗലത്ത് അഭയം കൊടുത്തത് തന്നെ തെറ്റാണ്. ഇതിപ്പോ ഞാൻ വല്ലാത്തൊരു ടെൻഷനിലായല്ലോ ദൈവമേ. ആ മൈഥിലിയോടൊപ്പം കഴിയുന്നത് തന്നെ എന്നെ കൊല്ലുന്നതിന് തുല്യ. ഞാൻ അവളെ വെറുത്തതാ. എനിക്ക് അവളോട് അറപ്പാ. കുടുംബത്തിന്റെ ദോഷം മാറാൻ വീട്ടുകാരെല്ലാരും സമ്മതിച്ചാലും എനിക്കിതൊന്നും അംഗീകരിക്കാനാവില്ല. പക്ഷെ മുത്തശ്ശി ആ തിരുമേനി പറഞ്ഞത് നടപ്പാക്കാൻ പോവല്ലേ? എങ്ങനെ നടപ്പാക്കിയാലും എനിക്ക് അവളോട് ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റില്ല. മാന്യമായി ഡിവോഴ്സ് കിട്ടാനും എനിക്കെന്റെ കുഞ്ഞിനെ എന്നേക്കുമായി കിട്ടാനും ഞാൻ വളരെ സൗമ്യമായി അവളോട് പെരുമാറി. അത് സത്യം. അതാണ് സത്യം. അതിലപ്പുറം എനിക്ക് അവളോടൊപ്പം ഒരു മുറിയിലൊന്നും കിടക്കാൻ കഴിയില്ല. എന്നോട് അവള് ചെയ്ത ചതി ചെറുതൊന്നുമല്ല. ഞാൻ എന്റെ ഹൃദയത്തിൽ തൊട്ട് മീനാക്ഷിയോട് പറയുന്നു, എനിക്ക് എല്ലാം എന്റെ മീനാക്ഷിയാ. നീയും കുഞ്ഞുമല്ലാതെ എനിക്ക് മറ്റൊരു ലോകവുമില്ല. ഇതെന്റെ മീനാക്ഷിയാണ് സത്യം. എനിക്കെന്റെ മരണം വരെ നീ മാത്രമേ ഉള്ളൂ. നീ മാത്രം. ഇത് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ അവള് ചെയ്യുന്ന പ്ലാനാ. അവളുടെ പ്രതികാരം. ഇതിനെ മറികടക്കാൻ എന്താ ഒരു വഴി? യാതൊരു വ്യക്തിത്വമില്ല ജീവിക്കുന്നതിനേക്കാൾ ഭേദം വല്ല തീർത്ഥാടനത്തിനും പോകുന്നതാ. ഞാൻ ആ വഴി ചിന്തിക്കുക. യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലാതെ ഞാൻ എന്തിനിവിടെ ജീവിക്കണം? ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണോ തെറ്റ്? രാജലക്ഷ്മി ഏകാധിപത്യ പ്രവണത കാണിച്ചപ്പോഴൊക്കെ ഞാൻ ക്ഷമിച്ചു നിന്നതല്ല, അംഗീകരിച്ചതാ മുമ്പൊക്കെ. കാരണം നിന്റെ തീരുമാനങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ പിള്ളേരുടെ ഹൃദയത്തിൽ കോടാലി വെച്ച പോലായിപ്പോയി. ആ തിരുമേനി ജോത്സർ പറഞ്ഞതൊക്കെ തെറ്റാണെന്നാണോ കൈമളേട്ട് പറയുന്നത്? അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങേര് പറയുന്നത് അതേപടി വിശ്വസിക്കണമെന്നെന്റെ ചോദ്യം. ഓമനിച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്തതുപോലായില്ല അമ്മ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നില്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ മകനെ കൊണ്ട് ആ മീനാക്ഷിയെ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. ആ കുട്ടിയുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. കൊണ്ടവന്റെ കൂടെ അഴിഞ്ഞാട് നടന്നവളെ പിന്നെയും കൊണ്ടുവന്ന് എന്റെ മോന്റെ തലയെ കെട്ടിവെക്കല്ലേ? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് 21 ദിവസം വൈഗയുടെ അമ്മ അവളുടെ കുഞ്ഞിനോടൊപ്പം കാർത്തിയുടെ മുറിയിൽ കിടന്നാൽ എന്ത് സംഭവിക്കുന്ന നിങ്ങൾ ഈ പറയുന്നേ? അമ്മേ,
നീ ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നത്. വിചിത്രമായ ചിന്താഗതി. വിചിത്രമായ ചിന്താഗതിയൊന്നും അല്ല, സ്വാഭാവികമായ ചിന്താഗതിയാ. കാരണം എന്റെ കാർത്തിമോൻ എന്റെ കൺമുന്നിലാണ് ജനിച്ചതും വളർന്നതും. അവനെ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു ഭയവും ഇല്ല. അവൻ മീനാക്ഷിയെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.